ആദ്യം തന്നെ ചങ്ങാതിമാർക്കിൽ ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കൻ ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി കേട്ടോ, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഈ റെസിപ്പി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, പിള്ളേർ വൈകുന്നേരം വരുമ്പോൾ പിള്ളേർക്ക് ഇവനെ ഉണ്ടാക്കിക്കെടുത്ത് പിള്ളേർ നല്ല പവറായിട്ട് നിൽക്കും, ഒരു രക്ഷയുണ്ടാവില്ല. അതിൻ്റെ കൂടെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ലൈക്കും കമൻറ്റും അങ്ങ് വാരി വിതർ എൻ്റെ ചങ്ങാതിമാരെ. നിങ്ങളുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഷെഫ് നിബു ദ ആൽക്കെമിസ്റ്റ്, അതിലും കീഴ് ഇങ്ങ് തകർക്ക്. ആദ്യം ഇതുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് അങ്ങ് നേരെ അങ്ങ് പോകാം. മിക്സി ജാർ എടുത്ത് ചോക്ലേറ്റ് സിറപ്പൊക്കെ എടുത്തൊരു കറക്കൊക്കെ കറക്കി ഇതുപോലെ അങ്ങ് വെക്കുക. എന്നിട്ട് ഇതിന് വേണ്ട ഐറ്റമാണ് ഞാലിപ്പൂവൻ പഴം, ബൂസ്റ്റ്, ഹോർലിക്സ്, തേന്, പഞ്ചസാര, കാഷ്യൂനട്ട്, പാല്, നല്ല കട്ടപ്പാലും ഇത്ര എടുക്കുക. ശേഷം ഇതുപോലെ ജാറ് തുറക്കുക, അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട ശേഷം ഇവനൊന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ പൗഡറാക്കി എടുക്കുക. പൗഡറാക്കിയ ശേഷം അതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് 1 സ്പൂണോ 2 സ്പൂണോ ഹണി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഹണി ഒഴിച്ചു കൊടുക്കുമ്പോൾ അവൻ വേറെ ലെവലാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ച ശേഷം നിങ്ങൾ നേരെ അടുത്ത പരിപാടിയാണ് ബൂസ്റ്റ് ഒരു 2 സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. 2 സ്പൂൺ ബൂസ്റ്റ് അങ്ങ് ഇതുപോലെ അങ്ങ് വാരി വിതറുക. ഇത് ഇട്ട ശേഷം ഇതിൻ്റെ അടുത്തൊരു ഐഡിയയാണ് ഹോർലിക്സ്. 1 സ്പൂൺ ഹോർലിക്സും കൂടെ ഇട്ടു. 1 സ്പൂൺ ഹോർലിക്സും കൂടെ ഇട്ട ശേഷം ഞാലിപ്പൂവൻ പഴം എടുക്കുക. അതിൻ്റെ തൊലി ഇതുപോലെ പൊളിച്ച് കളയുക. 2 പഴം മതിയാവും കേട്ടോ, 2 1.5 പഴം മതിയാവും. ഇതെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് അവനും കൂടെ എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം പാല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇവനെ ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ നല്ല തണുത്ത പാലം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഒരു ക്രീം പോലെ ഈ സാധനം കിട്ടിയിരിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കട്ടപ്പാലെടുത്ത് ഒരു മറിക്കുക. നല്ല കട്ടയായാൽ രാവിലെ എടുത്ത് അങ്ങ് ഡീപ് ഫ്രീസറിനകത്ത് വെച്ച് പോകാതെ, ഫ്രിഡ്ജിൻ്റെ ഡീപ് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കട്ടപ്പാലായിട്ട് കിട്ടും. കട്ടപ്പാലും കൂടെ ഇട്ട് അടി വെച്ച് കഴിയുമ്പോഴേക്ക് നല്ല തിക്കായിട്ടുള്ള ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലൊരു സ്റ്റൈലും ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ആ ഐസ്ക്രീം അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഷുഗർ ബൗളുകൾ ഇങ്ങനെ ഇട്ടങ്ങ് ഗാർണിഷ് ചെയ്യുക, ഷുഗർ ബോൾ ഉണ്ടെങ്കിൽ. ശേഷം ഒരു ചെറിയ പീസ് അങ്ങ് ഇഴിച്ചങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റൈലായിട്ട് അമ്പറിലേക്ക് ഉണ്ടെങ്കിൽ അമ്പറിലായും ഒരു സ്ട്രോയും കൂടെ വെച്ച് കൊടുക്കുക. സ്ട്രോ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് സ്പൂൺ ഇട്ട് കലക്കി കുടിക്കാം. എന്നിട്ട് ഇവനെ ഇങ്ങനെ നേരെ പൊക്കിയെടുക്കുക. എന്നിട്ട് 2 കുത്ത് കുത്തുക. എന്നിട്ട് വലിച്ചൊരു കുടി കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വർഗം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് സാധനം. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാനും പിള്ളേരെയൊക്കെ ഒന്ന് സൂപ്പിക്കാനും ഒരു കാരണവശാലും മറക്കരുത് ചങ്ങാതി.